ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയനായ അധ്യക്ഷൻ പ്രൊഫസർ ഉമർ സാഹിബ്, ഉദ്ഘാടകൻ ഷിഹാബ് പൂക്കോട്ടൂർ സാഹിബ്, വേദിയിൽ ഉപവിഷ്ടരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഒരു ദീർഘനേരത്തെ സംസാരത്തിനുള്ള സമയമല്ല. എന്നാലും നമ്മുടെ ജന്മത്തിൽ തുടങ്ങി നമ്മുടെ ജീവിതത്തിലൂടെ വളർന്ന് നമ്മൾ നിയന്താവിലേക്ക് തിരിച്ചു പോകുന്ന ഈ ജീവിത യാത്രയിൽ നമുക്ക് വഴിവിളക്കാവുന്ന ഖുർആൻ്റെ തണലിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങിയ ഹെവൻസ് സ്റ്റാർ ഹാബിറ്റ് സ്കൂൾ ഒക്കെ അതിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും നമ്മളതിനെ കൺകുളിർക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ, ഉദ്ഘാടകൻ ഇവിടെ സൂചിപ്പിച്ച പോലെ, നമ്മുടെ ജീവിതത്തിൻ്റെ കാറ്റലോഗായ ഈ ഖുർആനെ നമ്മളും നന്നായി ഒന്ന് അറിയേണ്ടതുണ്ട്. നമുക്ക് നമ്മുടെ അവസരങ്ങൾ അതിന് വിനിയോഗിക്കപ്പെടേണ്ടതുണ്ട്. നമ്മൾ കുഞ്ഞുങ്ങളെ തുടക്കം മുതൽ, ചെറുപ്പം മുതൽ നമ്മൾ ഖുർആനിലൂടെ നടത്തുമ്പോഴും നമുക്കും കൂടെ അത് കൃത്യമായ ഖുർആനിൽ നിന്നുള്ള അറിവ് നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. പുതിയ കാലത്ത് അറിവിനെ നമ്മൾ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, അനുഭവവേദ്യമാവുന്ന അറിവിലൂടെയാണ് ആളുകൾ അറിവുകൾ നേടുന്നത്. ഖുർആനാകട്ടെ ഉപമകളിലൂടെയും നമുക്ക് ഗണിക്കാനാവാത്ത, ഊഹിക്കാനാകാത്ത, സങ്കല്പിക്കാനാകാത്ത ചരിത്ര കാലഘട്ടങ്ങളുടെ ചരിത്രങ്ങളിലൂടെയും ഈ ലോകത്തെ, ഇതിലുള്ള ചരാചരങ്ങളായ എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചതിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ചും നമുക്ക് താങ്ങാവുന്ന ഓരോ സൃഷ്ടിക്കും, ഓരോ വ്യക്തിക്കും കേപ്പബിലിറ്റിയും കപ്പാസിറ്റിയും അനുസരിച്ച് താങ്ങാവുന്ന അറിവ് അള്ളാഹു നൽകുന്നുണ്ട് ഖുർആനിലൂടെ. നമുക്ക് അറിയാനാവാത്ത, നമുക്ക് ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ, ഖുർആനിൽ ദൈവത്തിൻ്റെ പരമാധികാരം, സോവറിനിറ്റി നമ്മൾ ബോധ്യമാക്കി തരുന്ന സൂറത്തുൽ മുൽക്കിൽ പറയുന്നുണ്ട്, ചില അറിവുകൾ അത് അള്ളാഹുവിൽ മാത്രമല്ല, അത് അവൻ്റെ കയ്യിലാണ്. അങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തെ അറിയുമ്പോൾ, നമ്മുടെ മനസ്സിലാക്കുമ്പോൾ നമ്മൾക്ക് പൂർണ്ണമായ ലക്ഷ്യബോധം തരികയും അത് ഖുർആനിലൂടെ നമുക്ക് വഴികാട്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിലൂടെ നടത്തപ്പെടുന്ന യാത്രയിലെ ഒരു ഏടുവെപ്പായി ഈ പരിപാടി ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.